നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഓക്കെ, 29 വരെ പേപ്പർ, ഒരു ടെൻഷനും വേണ്ട. വണ്ടി എന്ത് പാട്? നീറ്റ് വണ്ടി, ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെ. എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും എഞ്ചിൻ വൈസ് ആണെങ്കിലും ഇതൊക്കെ ഗ്യാരണ്ടിയോടെ പറ്റൂല. ഈ വാഹനം 3 മാസത്തെ എഞ്ചിൻ വാറന്റി ഉണ്ടാവും. 3 മാസത്തെ എഞ്ചിൻ വാറന്റി ഇതിന് കൊടുക്കും തന്നെ. അതെ, അതും ആൾട്ടോക്കാരുടെ പൈസ കൊടുക്കുന്ന ഒരു വാഹനം. നീറ്റ് വണ്ടി. ഓട്ടം എത്ര ഉണ്ടാവും? 90,000 കിലോമീറ്റർ ജെനുവിൻ ആണ്. 90,000 കിലോമീറ്റർ ജെനുവിൻ. 90,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഒന്നുമില്ല, ഒരു ഭാഗം റീപ്ലേസ് ഇല്ല തന്നെ. ഓക്കെ, വേറെ ഇടിയും കുത്തൊന്നുമില്ലല്ലോ? ഒന്നുമില്ലെന്നേ. മെക്കാനിക് ഫുൾ ഫിറ്റ് 100%. എത്രയൊക്കെ കൊടുക്കരുത്? ഇത് ഫൈനൽ 260 കൊടുക്കാം. 260 കേട്ടോ. ഹോണ്ട സിറ്റി KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ മണ്ണാർക്കാട്ടെ പ്രിസിഷൻ യൂസ്ഡ് കാർ ഷോറൂമിലാണ് കേട്ടോ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് പകുതിയിലേറെ വാഹനങ്ങൾ വിറ്റ ഒരു ഷോറൂമാണ്. ഇവിടെ ഞാൻ ഒരു മാസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് വാഹനങ്ങൾ വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ. നല്ല വിലപ്പാകമുണ്ട്. നിങ്ങൾക്ക് ദുനിയാവെന്ന് എവിടുന്ന് കിട്ടാത്ത വിലയിൽ ഇവിടുന്ന് വണ്ടികൾ കിട്ടും. അതും നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ. ചില യാർഡിൽ വിലക്കുറവുള്ള യാർഡുകൾ ഉണ്ട്, പക്ഷെ പല തരത്തിലുള്ള വാഹനങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇവിടെ എന്റെ കാഴ്ചപ്പാടിൽ നല്ല വാഹനങ്ങളാണ്. ഇല്ലാതെ പിന്നെ ആരും കൊണ്ടുപോയില്ലല്ലോ. ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഓണറായ മുബഷിർ ഭായിനോട് ചോദിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ. മുബഷിർ ഭായി, എന്തൊക്കെയുണ്ട്? കഴിഞ്ഞ വീഡിയോ തകർത്തു, അല്ല അടിപൊളി. ഏതൊക്കെ വണ്ടി പോയത്? മറ്റേ BM പോയി, ഓഡി പോയി, ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ടല്ലേ? ആൾമോസ്റ്റ് ഒരു 50 to 20 വണ്ടികൾ പോയിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, ആദ്യം നമ്മൾ ഇവിടെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും വാഹനങ്ങൾ പോയ കഴിഞ്ഞ വീഡിയോ. ഓക്കെ, എല്ലാ വീഡിയോയിലും പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. അല്ല, എങ്ങനെയായിരുന്നു പിന്നെ നിങ്ങളെ ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങൾ? നമ്മള് എല്ലാ വണ്ടികൾക്കും 1 മാസത്തെ എഞ്ചിൻ വിത്ത് ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കും. പിന്നെ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളെ വർക്ക്ഷോപ്പിൽ തന്നെ ശരിയാക്കി കൊടുക്കും. പിന്നെ അവർക്ക് തന്നെ വന്ന് ചെക്ക് ചെയ്യാം. പിന്നെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററിൽ വണ്ടികൾ എടുക്കണില്ല. മേജർ ആക്സിഡന്റ് ഒന്നും എടുക്കില്ല. ഓക്കെ, എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോ? അതിനുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുന്നത്? അതേമാതിരി തന്നെ പേപ്പർ വർക്കും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സർട്ടിഫൈഡ് ഷോറൂമാണ്. ആർടിഒന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്താണ്. അപ്പോ ഡോക്യുമെന്റ് എല്ലാം പക്കയായിരിക്കും. അതിന് ഒരു കോംപ്രമൈസ് എല്ലാം മിയാമി ആയിരിക്കും. 100%. ഓക്കെ, ഇപ്പൊ ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം കുറെ വണ്ടികൾ കയറിയിട്ടുണ്ട്. വന്നിട്ടുണ്ട്. നിങ്ങൾ അന്ന് വീഡിയോ ചെയ്തില്ല എല്ലാ വണ്ടികളും ആൾമോസ്റ്റ് 80% വിറ്റിട്ടുണ്ട്. ഏറിപ്പോയ ഒരു 4-5 വണ്ടികൾ ബാക്കി ഉള്ളതുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ പുതിയ കയറിയതാണ്. അപ്പോ ഇത് എങ്ങനെയാണ് ലൊക്കേഷൻ പറഞ്ഞോളൂ? കോഴിക്കോട് പാലക്കാട് ഹൈവേ, അതില് മണ്ണാർക്കാട് കൊമ്പം അരിമ്പാവ് 2 ഷോറൂം ഉണ്ട്. കൊമ്പത്തുണ്ട്, അരിമ്പാവിലും. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ ഉള്ള നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. 2 നമ്പർ കൊടുക്കാമല്ലോ വീഡിയോയില്. അതെ. അപ്പൊ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പ്രഷറോട്? നമുക്ക് എന്താ വെച്ചാൽ ആക്സിഡന്റ് ഫ്രീ വെഹിക്കിൾസ് ആണ് അധികം. മെയിൻ ആയിട്ട് മൂപ്പർക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ലാസ്റ്റ് വിലയാണ് പറയുന്നത്. ഫൈനൽ റേറ്റ് ആണ് നമ്മൾ ഇടുന്നത്. ആരിസ്കാടെ പ്രഷർക്ക് വേണ്ടിട്ട് ഏറ്റവും പൊട്ടിച്ച റേറ്റ് ആണ് ഇടുന്നത്. പൊട്ടിച്ച റേറ്റ് ആണ് ഇട്ടിട്ട് പറയുന്നത്. കുറക്കാൻ വല്ലാതെ ഉണ്ടാവില്ല. എന്തെങ്കിലും ചില്ലറ മാത്രമേ കുറേ. അതെ, ഒരു കച്ചവടത്തിന്റെ രീതിയിലുള്ള ചെറിയ മാറ്റങ്ങളെ പ്രതീക്ഷിക്കണ്ടുള്ളൂ അല്ലെ? അതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കല. വെറുതെ സമയം കളയണ്ട, നേരെ വണ്ടിയിൽ പോകും. നല്ല കിണ്ണം പോലത്തെ ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും എവിടുന്നും കിട്ടാത്ത വിലക്ക് ഈ വണ്ടി നിങ്ങൾക്ക് തരും കേട്ടോ. 14 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇത് ഓട്ടോ കാര്യങ്ങളൊക്കെ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, സർവീസ് ആണ്. 13-14 രജിസ്ട്രേഷൻ ആണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻ ആണ്. നല്ല അടിപൊളി വണ്ടിയല്ലേ? സർവീസ് ഹിസ്റ്ററി എല്ലാം. അതെ, 290 ഫൈനൽ റേറ്റ് കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ് 290. എത്ര ഓടിയിട്ടുള്ളത് വണ്ടി? ഇത് 1.5 സംതിങ്. 1.5 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ആണ്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഒരു പ്രശ്നമില്ല. എത്ര കൊടുക്കുക? ഇത് 290 ഫൈനൽ പ്രൈസ്. ഫൈനൽ അവിടെ വന്നിട്ട് എനിക്ക് കുറക്കല്ല. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? അതെ, ഫുള്ള് ചെയ്യാൻ പറ്റുമോ? ആൾമോസ്റ്റ് 95% ചെയ്യാൻ പറ്റും. ചെറിയ ഒരു 10-30 ഉറുപ്പിക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതും വേണ്ടി വരില്ല. മേ ബി സിവിൽ ലോണാണെങ്കിൽ ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ഒരു കിദ്മത്തിന്റെ ഹോണ്ട സിറ്റി ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബ്രോ, എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ? ഇത് 2009 IB ടെക്. പിന്നെ പെട്രോൾ വേരിയന്റ് ആണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഓക്കെ, 29 വരെ പേപ്പർ, ഒരു ടെൻഷനും വേണ്ട. വണ്ടി എന്ത് പാട്? നീറ്റ് വണ്ടി, ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെ. എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും എഞ്ചിൻ വൈസ് ആണെങ്കിലും ഇതൊക്കെ ഗ്യാരണ്ടിയോടെ പറ്റൂല. ഈ വാഹനം 3 മാസത്തെ എഞ്ചിൻ വാറന്റി ഉണ്ടാവും. 3 മാസത്തെ എഞ്ചിൻ വാറന്റി ഇതിന് കൊടുക്കും തന്നെ. അതെ, അതും ആൾട്ടോക്കാരുടെ പൈസ കൊടുക്കുന്ന ഒരു വാഹനം.
നീറ്റ് വണ്ടി. ഓട്ടം എത്ര ഉണ്ടാവും ഇത്? ഏകദേശം 90,000 കിലോമീറ്റർ ജെനുവിൻ ആണത്. 90,000 കിലോമീറ്റർ ജെനുവിൻ. 90,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഒന്നുമില്ല, ഒരു ഭാഗം റീപ്ലേസും ഇല്ല തന്നെ. ഓക്കെ, വേറെ ഇടിയും കുത്തൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ലെന്നേ. മെക്കാനിക് ഫുൾ ഫിറ്റ് 100%. എത്രക്ക് കൊടുക്കത്? ഇത് ഫൈനൽ 260 കൊടുക്കാം. 260 കേട്ടോ. ഹോണ്ട സിറ്റി ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. 3 മാസത്തെ എഞ്ചിൻ വാറണ്ടി വരെ മൂപ്പര് തരുമെന്നാ പറയുന്നുള്ളത്. ഓക്കെ, ഒരു നയാ പൈസ ഇല്ലാതെ ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു ഹിദ്മത്തിന്റെ ഡസ്റ്റർ 85 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇത് മോഡൽ എത്ര? 2013 85 PS. 13 85 PS ആണ് വരുന്നത്. 90,000 കിലോമീറ്റർ ഓട്ടം. ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഒന്നുമില്ല. ഇടിയും കുത്തൊന്നുമില്ല. മെക്കാനിക് ഫുൾ ഫിറ്റ്. ഒന്നും നോക്കാനല്ല, കണ്ണി ചിമ്മിട്ട് എടുക്കല്ലേ. എത്ര കൊടുക്കുക? ഫൈനൽ 285 കൊടുക്കാം. 285 കൊടുക്കുക. ഫുള്ള് ലോണിൽ കൊടുക്കുക. ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസയേ ഉള്ളൂ, അതും ഡസ്റ്റർ. ഓക്കെ, ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് നല്ല കിണ്ണം പോലത്തെ ഒരു 7 സീറ്റ് വാഹനം, അതും മഹീന്ദ്രന്റെ സൈലോ ഈഗിൾ എഞ്ചിനിൽ വരുന്ന ഒരു സാധനം കേട്ടോ. ബ്രോ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 2010 പുതിയ പേപ്പറിൽ ഒരു ടെൻഷനും വേണ്ട. റീപ്ലേസ് ഇല്ല. ഈഗിൾ എഞ്ചിനാ വരിക. E80 ഫുൾ ഓപ്ഷൻ വണ്ടി. അലവിൽ സഹിതം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. സെൻട്രൽ AC കാര്യങ്ങളൊക്കെ വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ്, നല്ല നീറ്റ്. മെക്കാനിക് ഒക്കെ ഫുൾ ആണ്. എത്ര ഇത് ആസ്ക് ചെയ്യുന്നേ? ഇത് ഫൈനലിൽ നമുക്ക് പുതിയ പേപ്പർ സഹിതം 185 കൊടുക്കാം. ഇനി പേപ്പർ ഇല്ലാതെ അവര് പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരു 20,000 രൂപ അതിന്റെ കുറച്ച് കൊടുക്കും. അങ്ങനെ കൊടുക്കാം അല്ലെ? അപ്പൊ ബാണാൻ വിളിച്ചോട്ടോ. ഒരു നയാ പൈസ വേണ്ട കേട്ടോ. നല്ല കിരുമത്തിന്റെ നെക്സോൺ ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2020 ലാസ്റ്റ് സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, മേജർ സർവീസ് കഴിഞ്ഞതാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു തട്ടുമുട്ട് യാതൊരു കംപ്ലൈന്റ് ഫോൾട്ട് ഒന്നുമില്ല. നല്ല ഷോറൂം കണ്ടീഷനുള്ള ഒരു വെഹിക്കിൾ ആണ് അല്ലെ? ഫുൾ സർവീസ് കമ്പനിയിലാണ്. മാക്സിമം എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1 ലക്ഷം ഇപ്പൊ മേജർ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, 1 ലക്ഷം ഓടിയിട്ടുണ്ട് അല്ലെ? 1 ലക്ഷം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എത്ര നിങ്ങൾ ചോദിക്കണേ? ഇത് നമുക്ക് ഫൈനലായിട്ട് 580 കൊടുക്കാം. 580 കൊടുക്കുക, അതും ഫുള്ളി ലോണിൽ കൊടുക്കുക. ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് XM എന്ന് പറയുമ്പോൾ മിഡിൽ വേരിയന്റ് ആണ്. മിഡിൽ അല്ലേ? ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. ആൻഡ്രോയിഡ് ഉണ്ട്, ഫോൾഡിംഗ് മിറർ ഉണ്ട്, ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട്. എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ് അല്ലെ? ഓക്കെ, അപ്പൊ 580 കൊടുക്കും ലാസ്റ്റ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി. ഒരു ബൈക്കിൽ പോകുന്ന ഒരു ഫാമിലിക്ക്, ഒരു ഉപ്പ ഒരു ഉമ്മ 2 മക്കൾ അല്ലെ, അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ അതേ ബൈക്കിന്റെ, അതായത് സെക്കൻഡ് സ്കൂട്ടർ എടുക്കുന്ന ആ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു നാനോ കാറാണ്. അത് AC ഉണ്ട്, ഒരു ടെൻഷൻ വേണ്ട. എത്ര മോഡലാണ്? 2012 ഫുൾ ഓപ്ഷൻ വണ്ടി. 12 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ? അലോയിൽ സഹിതം. അലോയ്സ് എക്സ്കേറ്റ് അല്ലേ? അല്ല, ഇതില് വരുന്നതാണ്. ഇത് ഡിക്കില്ലാത്ത ടൈപ്പ് അല്ലേ? ഡിക്കില്ലാത്ത. എത്ര ഓട്ടം ഉണ്ട് വണ്ടി? ഇത് 80 സംതിങ്. ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? ഇടിയൊന്നും ഇല്ലല്ലോ, ഇടിമുത്തൊന്നുമില്ലല്ലോ, റീപ്ലേസ്മെന്റ് ഒന്നും. എത്ര കൊടുക്കത്? 50 രൂപ കൊടുക്കും. 50 രൂപ ചോദിക്കുന്നുണ്ട്. അതെ, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. വില കുറച്ച് കൊടുക്കും അല്ലെ? 12 വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ. നല്ല അതിർപ്പത്തിൽ കുതിർപ്പത്തിന്റെ ഒരു കിരുമത്തിന്റെ ജീപ്പ്, അതും 2005 മേജർ. എങ്ങനെയായിരുന്നു കാര്യങ്ങളൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്താൽ? 2005 മേജർ DI ടർബോ, പുതിയ ബോഡി, ഓക്കെ, പുതിയ ടാക്സ്, 30 വരെയുള്ള ടാക്സ് ഉണ്ട്. ഓക്കെ, 27 വരെയുള്ള ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, 5 അലോയില് 5 അലോയ്സ് പുതിയ ഗേറ്റിട്ടുണ്ട്. ഒരു ടെൻഷനും വേണ്ട. മെക്കാനിക് ഫുൾ ഫിറ്റ്. മേജർ DI ടർബോന് ഒരു പണിയും കാര്യമായിട്ട് വരലില്ല. അറിയുന്നവർക്ക് അറിയാം. DI ടർബോ ഒക്കെ ആളുകൾ അന്വേഷിക്കുന്ന നീറ്റ് വണ്ടിയാണ്. ബക്കറ്റ് സീറ്റ് എല്ലാം ചെയ്ത് നീറ്റ് വണ്ടി. ഓക്കെ, ഇത് 4x4 RC ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ വേണ്ടവർക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ആവശ്യക്കാർക്ക് 4x4 കൺവേർട്ട് ആക്കാം കേട്ടോ. RC ഇൻക്ലൂഡ് ആയിട്ട് ഓൾറെഡി ഉണ്ട്. എത്ര കൊടുക്കത്? ഇത് ഫൈനൽ 490 കൊടുക്കാം. 490 കൊടുക്കാം. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. റെഡിഗോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ? ഓക്കെ, 2019 വണ്ടി, 35,000 കിലോമീറ്റർ, ആകെ 35,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല, തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. 100%. എത്ര കൊടുക്കത്? ഇത് നമുക്ക് ഫൈനലായിട്ട് 240 കൊടുക്കാം. 240 കൊടുക്കാം. ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ, 1 രൂപ ഇല്ലാതെ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ. ഫൈനൽ റേറ്റ് ആണ് 240. ലാസ്റ്റ് റേറ്റ് ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. നല്ല കറുകറുത്ത മുന്തിരി പോലത്തെ ഒരു കിരുമത്തിന്റെ നിസാന്റെ സണ്ണിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ആൻഡ്രോയിഡ് അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ബാക്ക് വൈപ്പർ, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ്.
എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2014 XV ടോപ്പ് എൻഡ്. ഓക്കെ. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നു. 1 ലക്ഷം കറക്റ്റ് ഓട്ടം. 1 ലക്ഷം ഉള്ളൂ. അതെ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കാം? ഇത് ഫൈനൽ 360 കൊടുക്കാം. 360 കൊടുക്കാം. മാക്സിമം എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതൊരു 90% ലോൺ ചെയ്യും. ലോൺ ചെയ്യാലോ. 10-30 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു വാഹനമാണ്. മെക്കാനിക് ഫുൾ ഫിറ്റ്. ഇന്ത്യയിലെ എല്ലാം ചിമ്മിച്ചെടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്തോട്ടെ. നല്ല കിണ്ണം പോലത്തെ ഒരു മാരുതി കാർ, AC ഉള്ള വണ്ടിയാണ്. അതും 5 കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ട് കേട്ടോ. MPF എഞ്ചിനിൽ വരുന്ന ഒരു വാഹനമാണ്. ബ്രോ, ഇത് എങ്ങനെയാണ് മോഡൽ? 2011 പുതിയ പേപ്പർ 31 വരെ. 31 വരെ പേപ്പർ ഉണ്ട്. AC ഉണ്ട്. നീറ്റ് വണ്ടി. പുതിയ ടയർ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ പുതിയതാണ് അല്ലെ? എല്ലാം പുതിയതാണ്. ഓക്കെ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനം. അതുപോലെ തന്നെ മെക്കാനിക് ഫുൾ ആണ് അല്ലെ? 100%. എത്ര കൊടുക്കരുത്? ഇത് 1 ലക്ഷം രൂപ കൊടുക്കും. 1 ലക്ഷത്തിന് കൊടുക്കാം. ഖിദ്മത്തിന്റെ നെക്സോൺ ഓട്ടോമാറ്റിക്, അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. 2019 ഓട്ടോമാറ്റിക് ഡീസൽ. ഓക്കെ. ഈ സെഗ്മെന്റിൽ ഏറ്റവും മൈലേജ് കൂടിയ വണ്ടി, 25 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കൽ മൈലേജ്. ഓട്ടോമാറ്റിക്കലി 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഓക്കെ. അതും കണ്ണി ചിമ്മിട്ട് എടുക്കാനും പറ്റും. ഫുൾ കമ്പനി സർവീസ്. 90 ഓട്ടം, 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ആണ് അല്ല? റീപ്ലേസ് ഒന്നുമില്ല. ഒരു തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കിണ്ണം പോലത്തെ വണ്ടി അല്ലേ? എത്ര കൊടുക്കത്? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് 585 കൊടുക്കാം. 585 കൊടുക്കാം. അതും ഫുള്ള് ലോണിൽ കൊടുക്കാൻ. ലോൺ 90% മുകളിൽ കൊടുക്കാം. കൊടുക്കാൻ പറ്റും. മാക്സിമം ഒരു 50 ഉറുപ്പിക ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. നല്ല കിണ്ണം പോലത്തെ കളറിൽ വന്നിട്ടുള്ള ഒരു ഹൂണ്ടൈന്റെ ക്രെട്ടയാണ്. ഡീസലാണ്. അതും 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. ബ്രോ, ഇതിന്റെ മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2015 12 മാസം വണ്ടിയാണ്. 15 മോഡൽ 12 മാസം രജിസ്റ്റർ ചെയ്ത ഒരു വാഹനം. അതെ, ഏകദേശം ഒരു 16 അടുപ്പിച്ചിട്ട് ആയി അല്ലേ? ഓട്ടം എത്രയുണ്ട്? ഓട്ടം 140. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അതെ തന്നെ. അതെ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നമുക്കൊരു ഫൈനൽ 630 കൊടുക്കാം. 630 കൊടുക്കാം. ഇടിയും കുത്തൊന്നുമില്ല. വണ്ടി എല്ലാ ഭാഗം ഫിറ്റ്. ഡബിൾ കളർ ഇത് RC വന്നതാണ്. അതെ, ഇത് കമ്പനി ഫിറ്ററാ. കമ്പനി കളറിൽ വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. 2 കളറാണ്. ഇത് ബിസ്ക്കറ്റ് കളർ അല്ലേ? പിന്നെ ബിസ്ക്കറ്റ് ആൻഡ് ഗോൾഡ് എന്ന് പറയേണ്ടി വരും. എന്ത് കളർ എന്ന് ഒരു മനസ്സിലാവുന്നില്ല. ഒരു പിടുത്തം കിട്ടുന്നു. ഇതിലിപ്പോ ഈ കളറിൽ ഇപ്പോ പിന്നെ ഓടിക്കാല BM ഇറങ്ങുന്നുണ്ട്. BM ഇറങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പോ മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 1 ലക്ഷത്തിന്റെ ഉള്ളിൽ മതിയാവൂല. സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഒരു 7 സീറ്റ് വാഹനം, അതും മഹീന്ദ്രന്റെ XUV ആണ്. 500 ആണ് അല്ല? എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2012 മോഡൽ. ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ W8. അന്നത്തെ ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല W8. എല്ലാ സെറ്റപ്പും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അലോയില് 4 ടയർ പുത്തന് ഫുൾ കമ്പനി സർവീസ്. ഓടിക്കുന്നത് 70,000 കിലോമീറ്റർ ആണ്. ഇത് മോഡൽ എത്രയായിരുന്നു? 13 ലാസ്റ്റ് മോഡൽ അല്ല? റീപ്ലേസ് ഒന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഈ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി അല്ല? എന്നും വർക്ക് എടുക്കാനുണ്ടോ? ഒന്നുമില്ല. 1,30,000 രൂപക്ക് ഇപ്പൊ കമ്പനിയിൽ നിന്ന് വർക്ക് എടുത്ത വണ്ടിയാണ്. വർക്ക് ഓൾറെഡി ഇപ്പൊ എല്ലാം മേജർ സർവീസ് ഇപ്പൊ കഴിഞ്ഞു. അതെ. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഗണ്ണടിക്കാൻ ഓടാം. അത്രയും പക്ക വണ്ടിയല്ലേ? 100%. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 540 കൊടുക്കാം. 540 കൊടുക്കാം. മാക്സിമം ഒരു ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ ലോൺ ഇട്ട് കൊടുക്കാം. ഇറക്കാനും പറ്റും. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു ഖിദ്മത്തിന്റെ റിനോൾട്ടിന്റെ കിഡാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും ചെറിയ പൈസ, ഫുള്ളി ലോൺ കേട്ടോ. ഒരു പൈസ മുടക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് 16 വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് RXL എന്ന് പറയുമ്പോ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഉണ്ടാവില്ല. പവർ വിൻഡോ വരുന്നില്ല. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങൾ? ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 1 ലക്ഷം ഓടിയിട്ടുണ്ടല്ലേ? ഈ മെക്കാനിക് ഒക്കെ എന്തുവാണ്? ഒന്നും കുഴപ്പമില്ല. മിയാമി അല്ല? എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. ഫുള്ളി ലോണിൽ കൊടുക്കാം. ഈ നാനോ കാറിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല ഖിദ്മത്തിന്റെ വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എത്ര മോഡലാണ് ബ്രോ? ഇത് 2016 ലാസ്റ്റ്. ടിസ്റ്റ് ആണല്ലോ? ടിസ്റ്റ് ഓട്ടോമാറ്റിക് XT ഏറ്റവും ടോപ്പ് എൻഡ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. ഡിക്കി തുറക്കാം. പവർ വിൻഡോ വരും. പവർ വിൻഡോ രണ്ടെണ്ണം വരും. കമ്പനി അലോയ്സ് ഉണ്ടല്ലോ? അലോയ്സ് ഉണ്ട്.
എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വാഹനമാണ്. 2016 വണ്ടി. ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ഓടിന് റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. തട്ടുമുട്ട് പേർക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അങ്ങനത്തത് നിങ്ങളെ നിഗൂഢതയിൽ ഇല്ല. ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അതെ, ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് അത് എക്സ്ചേഞ്ച് കയറിയ വണ്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ല കസ്റ്റമറിനെ കൊടുക്കും. അതെ, ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് 1.45 നെറ്റ് പ്രൈസോട് കൂടി കൊടുക്കാം. 1.45 നെറ്റ് ഫൈനൽ ആണ്. ഓട്ടോമാറ്റിക് 2016 വണ്ടി. അതിർപ്പത്തിൽ കുതിർപ്പത്തിന്റെ ഒരു വോക്സ് വാഗന്റെ പോളോ കാണിച്ചു കൊടുക്കാം അല്ലെ? ഇത് പെട്രോൾ വണ്ടി അല്ല? പെട്രോൾ 2017 വണ്ടി. ഓക്കെ, ഏതാ ഓപ്ഷൻ? അത് ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല? എത്ര ഓട്ടോ ഉണ്ട്? അത് 1.40 ഓടിയുണ്ട്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഒന്നുമില്ല. തട്ടുമുട്ട് പേർക്ക് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ 1.40 ഓടിയിട്ടുണ്ട് അല്ലെ? ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര കൊടുക്കാം? നമുക്ക് 4.30 കൊടുക്കാം. 4.30 കൊടുക്കാം. മാക്സിമം എത്ര പൈസ ഉണ്ട്? അതൊരു 4,30,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി മതിയാവും അല്ലെ? ഇവിടെ നമുക്കൊരു ആൾട്ടോ കാർ കാണിച്ചു കൊടുത്താലോ? ഇത് എങ്ങനെയായിരുന്നു? എസിയും പവർ സ്റ്റിയറിംഗ് LXi ആണ് ഓപ്ഷൻ വരുന്നത്. 2009 വണ്ടി, 29 വരെ പേപ്പറുള്ള ഒരു വാഹനം. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ ഒരു 90 അത്ര ഓടിയിട്ടുള്ള ജെന്യൂൻ ഓട്ടാണ്. വേറെ ഇടിയും കുത്തൊന്നുമില്ല. വണ്ടി എന്തുവാ? മെക്കാനിക് എന്തുവാ? 100%. കണി ചിമ്മിട്ട് എടുക്കാം. എത്ര ആസ്ക് ചെയ്യുന്നേ? 95 രൂപ കൊടുക്കാം. വെറും 95,000 രൂപക്ക് ആൾട്ടോ. 2009 LXi വണ്ടിയാണ് കേട്ടോ. അതും കിണ്ണ കാച്ച വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു ഡിസൈർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ മൂപ്പര നമ്പർ വീഡിയോ ഉണ്ട്. 2 നമ്പർ ഉണ്ട്. ഏതെങ്കിലും നമ്പർ ഫസ്റ്റ് ഉള്ള നമ്പർ മൂപ്പതാണ്. അപ്പൊ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചോട്ടോ. പിന്നെ ലൊക്കേഷന് വരുന്നത് മണ്ണാർക്കാടാണ്. അതായത് മണ്ണാർക്കാട് പാലക്കാട് ഹൈവേ എന്നല്ല? അതെ, പാലക്കാട് കോഴിക്കോട് ഹൈവേ. ഇവിടെ പെരിന്തൽമണ്ണ കഴിഞ്ഞ് 20 കിലോമീറ്റർ. ഓക്കെ. അപ്പോ ആവശ്യക്കാർ പറഞ്ഞു കൊടുത്താൽ ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2017 വണ്ടി. നീറ്റ് വണ്ടിയാ. ഡീസൽ പെട്രോളാ? പെട്രോള് VXi ഹൈ ക്വാളിറ്റി വണ്ടി. 2017 ലാസ്റ്റ്. നമുക്ക് ഫൈനൽ റേറ്റ് 4.80 കൊടുക്കാം. 4.80 വണ്ടി കൊടുക്കാം തന്നെ? അതും എത്ര ഓട്ടോ ഉള്ളത്? ഇത് വെറും 60,000 കിലോമീറ്റർ. വെറും 60,000 കിലോമീറ്റർ. കോസ്റ്റ്ലി ആൻഡ്രോയിഡ് ആണ്. കോസ്റ്റ്ലി സീറ്റ് കവർ എല്ലാം അഡീഷണൽ ആയിട്ട് ചെയ്തതാ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടി. ഇത് VXi അല്ല ഓപ്ഷൻ വരുന്നത്? ഓക്കെ, VXi ഓപ്ഷൻ വരുമ്പോ 4 ഡോർ പവർ എല്ലാം വരും. ഇത് ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ആണ്. ഓക്കെ, ലാസ്റ്റ് റേറ്റ് ആണ് 4.80. എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ചു. മാക്സിമം എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 95% ചെയ്യാലോ? ഓക്കെ.